സൗത്ത് ഇന്ത്യയിലെ നയാഗ്ര എന്നറിയപ്പെടുന്ന നമ്മുടെ കേരളത്തിന്റെ സ്വന്തം തൃശ്ശൂരിന്റെ സ്വന്തം അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ചകൾ കാണാം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണ് അതിരപ്പള്ളി വെള്ളച്ചാട്ടം. തൃശൂർ നഗരത്തിൽ നിന്നും 63 കിലോമീറ്റർ അകലെയുള്ള അതിരപ്പള്ളി പശ്ചിമഘട്ട മലനിരകളിൽ നിന്നും ഒഴുകിയെത്തുന്ന ചാലക്കുടി പുഴയുടെ ഭാഗമാണ്. ഷോളയാർ വനമേഖലയുടെ കവാടം കൂടിയാണ് ഇത്. മഴക്കാലമാണ് ഇവിടം സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം. ഞാനിപ്പോൾ ചാലക്കുടിയിൽ നിന്ന് കയറിയ ബസ് ഇവിടെ അതിരപ്പള്ളിയിലെ ആ ഒരു സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട്. പുറകിൽ നിങ്ങൾക്ക് ബസ് കാണാൻ പറ്റും. ഇവിടെയാണ് ആ ഒരു പ്രൈവറ്റ് ബസ്സുകളും ഗവൺമെന്റ് ബസ്സുകളെല്ലാം നിർത്തിയിടുന്നത്. അപ്പോൾ അതിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ബാമ്പൂയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചെറിയൊരു സെന്റർ കാണാൻ പറ്റും. അവിടെ നിന്നാണ് നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ടത്. അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് ഉള്ളിൽ കയറാം. ഒരാൾക്ക് 50 രൂപയാണ് ടിക്കറ്റ്. ഞാനിപ്പം നിൽക്കുന്നത് ഇവിടെ അതിരപ്പള്ളിയിലുള്ള പാർക്കിംഗ് ഏരിയയിലാണ്. ഇത് ഒരു പാർക്കിംഗ് ഏരിയയാണ്. അപ്പുറത്ത് വേറൊരു പാർക്കിംഗ് ഏരിയ ഉണ്ട്. ഇവിടെ ബൈക്കിനും കാറിനും ഉള്ള പാർക്കിംഗ് സൗകര്യമുണ്ട്. ഇപ്പം വീക്ക് ഡേ ആണ്. വീക്ക് ഡേ ആയതുകൊണ്ട് വലിയ തിരക്കില്ല. ചാലക്കുടിയിൽ നിന്ന് കയറിയത് ഏതാണ്ട് 3 മണി കഴിഞ്ഞപ്പോഴാണ് കയറിയത്. ഇപ്പോൾ ഇവിടുന്ന് ഒരു 1.25 മണിക്കൂർ എടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് ഏതാണ്ട് 1.25 മണിക്കൂർ എടുത്തിട്ടുണ്ട്. സമയത്തും 4:15 ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ടിക്കറ്റ് കൗണ്ടറിന് അടുത്തായിട്ട് നമുക്കൊരു പാർക്കിംഗ് ഏരിയ ഉണ്ട്. അതിനടുത്തായിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരുപാട് കടകൾ കാണാൻ പറ്റും. ഇപ്പോൾ എല്ലാം തുറന്നിട്ടില്ല. ഈ വീക്ക് ഡേയ്സ് ഒക്കെ ആവുന്ന സമയത്ത് എല്ലാ കടകളും തുറക്കത്തില്ല. വീക്കെൻഡ് ആവുന്ന സമയത്ത് അത്യാവശ്യം നല്ല തിരക്കുമായിരിക്കും. പുറകിൽ കാണുന്ന ഒരു എൻട്രി ഗേറ്റ് വഴിയാണ് നമ്മൾ ഉള്ളിൽ കയറേണ്ടത്. നമ്മുടെ ലഗേജ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ വയ്ക്കാൻ പറ്റും. ക്ലോക്ക് റൂം ഉണ്ട്. അതിനുശേഷം നമുക്ക് ആ ഒരു എൻട്രി ഗേറ്റ് കടന്നിട്ട് നമുക്ക് ഈ ഒരു കാണുന്ന ആ ഒരു പാത്ത് വേ വഴി നമുക്ക് ഉള്ളിലേക്ക് പോകാൻ പറ്റും. സൈഡിലെല്ലാം നല്ല അത്യാവശ്യം തിങ്ങി നിറഞ്ഞിട്ടുള്ളൊരു കാടാണ്. ഇത്രയും നേരം പുറത്തൊക്കെ നല്ല വെയിലുണ്ടായിരുന്നു. ഇപ്പൊ ഈ ആ ഒരു വെയിൽ ഇല്ല. ഇപ്പൊ പോകുന്ന വഴിയിലെല്ലാം നമുക്ക് ഇരുന്ന് റെസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഇവിടെ കുടിവെള്ളത്തിനുള്ള സംവിധാനം വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഫില്ല് ചെയ്തുകൊണ്ട് പോകാം. പ്ലാസ്റ്റിക് അലൗഡ് അല്ല. ടിക്കറ്റ് കൗണ്ടറിന്റെ നമ്മൾ താഴേക്കാണ് ഇറങ്ങുന്നതെങ്കിൽ കൂടി നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ മുകളിൽ നിന്നുള്ളൊരു വ്യൂ ആണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. കുറച്ച് ദൂരം താഴേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇവിടെ നമുക്ക് ചാലക്കുടി പുഴ കാണാൻ പറ്റും. ഇതാണ് ചാലക്കുടി പുഴ. അതായത് ചാലക്കുടി പുഴയുടെ വെള്ളച്ചാട്ടമാണ് അതിരപ്പള്ളി വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ചാലക്കുടി പുഴ ഇങ്ങനെ ഒഴുകുന്നുണ്ട്. ഇങ്ങനെ ഒഴുകി ഈ സൈഡിലെത്തുന്ന സമയത്ത് കണ്ടോ, അവിടെയാണ് നമ്മുടെ അതിരപ്പള്ളി വെള്ളച്ചാട്ടം. കുറച്ച് ദൂരം ഇങ്ങനെ താഴേക്ക് ഇറങ്ങാണ്ട്. അപ്പോൾ താഴേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇവിടെ പടിയൊന്നുമില്ല. താഴേക്ക് ഇറങ്ങാണ്ട് കുറച്ചൊരു സ്റ്റീപ്പാണ്. പക്ഷെ ഒരുപാട് ഒരു ബുദ്ധിമുട്ടുള്ള സ്റ്റീപ്പ്നെസ് ഒന്നും അല്ല. ഇവിടെ ഇങ്ങനെ ഇതുപോലത്തെ കൈവരികൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ കൈവരികൾ പിടിച്ച് നമുക്ക് താഴേക്ക് ഇറങ്ങാം. അപ്പുറം സൈഡിലും കൈവരികളുണ്ട്. ഇതുവഴി താഴേക്ക് ഇറങ്ങാൻ പറ്റും. അപ്പം മുമ്പിൽ കാണുന്നതാണ് നമ്മുടെ വെള്ളച്ചാട്ടത്തിന്റെ മുകളിൽ നിന്നുള്ള വ്യൂ. താഴേക്ക് ഇറങ്ങി നമ്മൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വെള്ളച്ചാട്ടത്തിന്റെ അത്യാവശ്യം നല്ലൊരു വ്യൂ കിട്ടും. മുകളിൽ നിന്നുള്ളൊരു വ്യൂ കിട്ടും. നമുക്കിത് കണ്ടിട്ട് ഇനി നമുക്ക് താഴേക്ക് പോകാം. ഭംഗിയാണ്. അപ്പം അത്യാവശ്യം വെള്ളമുണ്ട്. ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞില്ല, വെള്ളച്ചാട്ടം താഴേക്ക് പതിച്ചതിന് ശേഷം അത് മുകളിലേക്ക് ആ ഒരു വിസിറ്റായിട്ട് പോകുന്നതാണ്. അത് ഏതാണ്ട് ആ ഒരു നല്ല മഴയുള്ള സമയമാണെങ്കിൽ അത് ഏതാണ്ട് ആ ഒരു മുകളിൽ ആ ഒരു വെള്ളച്ചാട്ടത്തിന്റെ ആ ഒരു ഹൈറ്റ് വരെ ആ ഒരു വിസിറ്റിന്റെ ഒരു പവർ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. വെള്ളച്ചാട്ടത്തിന്റെ താഴേക്ക് ഇറങ്ങാനുള്ള ഒരു വഴി കയറിയിട്ടുണ്ട്. ഇതാണ് ആ ഒരു വഴി. നമ്മൾ നേരത്തെ കണ്ടതുപോലത്തെ അത്ര ആ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ആ ഒരു വഴിയൊന്നുമല്ല. കുറച്ചൊരു കരിങ്കല്ല് ഭാഗത്ത് വഴിയാണ്. പിന്നെ കുറച്ചുകൂടെ ആ ഒരു കാടിന്റെ ആ ഒരു ഫീൽ ഇങ്ങോട്ടേക്ക് എടുത്ത് കെട്ടിയിട്ടുണ്ട്. നമ്മൾ മുകളിൽ നിന്ന് വന്നിട്ടുള്ള ആ ഒരു കൈവരിയൊക്കെ അവിടെ നിന്ന് കാണാൻ പറ്റും. ഇതാണ് താഴേക്ക് പോകുന്ന കൈവരി. ഞാനിപ്പോൾ ഏതാണ്ട് ഹാഫ് ഡേ ആയിട്ടുണ്ട്. ഏതാണ്ട് 1 കിലോമീറ്ററോളം നടക്കാനുണ്ട്. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ആ ഒരു വെള്ളച്ചാട്ടം കാണാൻ പറ്റും. ഇപ്പോൾ പോകുന്ന വഴിയിലെല്ലാം നമുക്ക് ഇതുപോലത്തെ കുരങ്ങന്മാരെയൊക്കെ കാണാൻ പറ്റും. ഒത്തിരി കുരങ്ങന്മാർ ഈ ഒരു സമയത്ത്, പ്രത്യേകിച്ച് തിരക്കില്ലാത്ത സമയമൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ മരങ്ങളിലെല്ലാം അതുപോലെ തന്നെ ഈ വഴികളിലെല്ലാം ഒത്തിരി കുരങ്ങന്മാരെ കാണാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഏതാണ്ട് താഴേക്ക് ഇറങ്ങി ഒരു ഹാഫ് വെയിലായിട്ടുണ്ട്. ഹാഫ് വെയിലാകുമ്പോൾ തന്നെ നമുക്ക് അവിടെ ആ ഒരു വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ട് കേൾക്കാൻ പറ്റും. പുറകിൽ ആ ഒരു വെള്ളച്ചാട്ടത്തിന്റെ അത്യാവശ്യം നല്ലൊരു വ്യൂ ഇവിടെ നിന്ന് കിട്ടും. കാണുന്ന നമ്മുടെ അതിരപ്പള്ളി വെള്ളച്ചാട്ടം 80 അടി ഉയരത്തിൽ നിന്ന് ചാലക്കുടി പുഴ താഴേക്ക് പതിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. അപ്പോൾ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൽ നമുക്ക് എത്താൻ പറ്റുന്ന ഏറ്റവും താഴത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. പുറകിൽ നിന്ന് ആ ഒരു വെള്ളച്ചാട്ടം കാണാൻ പറ്റും. ഇവിടെ 2 എണ്ണം കാണാൻ പറ്റും. ഒരു ഇപ്പുറത്ത് അപ്പുറ സൈഡിലോട്ട് കാണാൻ പറ്റും. മഴയുള്ള സമയത്തൊക്കെ നമുക്ക് ഇത് രണ്ടും നിറഞ്ഞ് കവിയാറുണ്ട്. ഇത് രണ്ടും കണക്റ്റ് ആയിട്ട് ദൂരം എന്നുള്ള വ്യൂ ഒക്കെ ഉണ്ട്. ആ ഒരു സമയത്ത് ഇങ്ങോട്ടേക്കുള്ള ആളുകളെയൊന്നും അലൗഡ് ആയിരിക്കത്തില്ല. ഇപ്പോൾ ചെറിയൊരു മഴയുടെ ഒരു ലക്ഷണമൊക്കെ ഉണ്ട്. പക്ഷേ
ഒരുപാട് വെള്ളം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല, എന്നാൽ തീരെ കുറവാണെന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങ് ദൂരെ സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ അതിരപ്പള്ളിയിൽ നിന്ന് മുകളിലേക്ക് കയറിയിട്ട് ഇപ്പോൾ ഒരു ബസ് കയറിയിട്ട് ഞാനിപ്പോൾ ചാലക്കുടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബസ് ഈ ഒരു ബസ്സിലാണ് നമ്മൾ ചാലക്കുടിയിലേക്ക് പോകുന്നത്. അപ്പോൾ അതിരപ്പള്ളിയിലെ കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായി വിശ്വസിക്കുന്നു. മറ്റു വീഡിയോയുമായി മറ്റു ദിവസം.